ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു ആർ എസ് സ്റ്റോറീസ്. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ കുളിച്ചിട്ടൊക്കെ വന്നപ്പോൾ എനിക്ക് സൂര്യനൊക്കെ നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ പ്രകാശിച്ച് നിൽക്കുന്നുണ്ട്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചധികം ദിവസത്തെ വീഡിയോസ് ഒന്നിച്ച് ഡംപ് ചെയ്തതാണ് കേട്ടോ. അതായത് ഒരു വീക്കിലെ വീഡിയോ അങ്ങനെയൊന്നുമല്ല, ഞാൻ കുറച്ച് ദിവസമായിട്ട് വീട്ടിൽ നിന്നതും പോയിട്ട് വന്നതുമായിട്ടുള്ളതൊക്കെ വീഡിയോകളാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഒരാഴ്ചയിലോ ഒരു ദിവസത്തിലോ നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല, കുറേ നാളുകൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് മെമ്മറി പോലെ നമുക്ക് ഡംപ് ചെയ്യാം, അത്രയേ ഉള്ളൂ. ഞാനങ്ങനെ രാവിലെ എണീറ്റ് കുളിച്ച് ശുണ്ടിരി കുട്ടിയായി, എന്നിട്ട് വന്നൊന്ന് ഹോളും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണ് കേട്ടോ. എനിക്ക് വന്നിട്ട് ക്ലീനിങ് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഞാൻ ബോറടിക്കാതെ ചെയ്യുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് ക്ലീനിങ് ആണ്. വേറെ എന്ത് ജോലി ഉണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ബോറാണ്. മുമ്പ് കുക്കിംഗ് ഇഷ്ടമായിരുന്നു, ഇപ്പോൾ കുക്കിങ്ങും വലിയ താല്പര്യമൊന്നുമില്ല. ക്ലീനിങ് എനിക്കിഷ്ടമാണ്, വെറുതെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു കുഴപ്പമില്ലെങ്കിലും ഒരു സാധനം പിടിച്ച് അവിടെ നിന്ന് അതിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ടൊക്കെ ഇട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്യുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ വരുമ്പോഴത്തേക്ക് വീട്ടിലെ സാധനങ്ങളുടെ സ്ഥാനങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്ക് അമ്മ വിളിച്ചേട്ടോ കട്ടെന്നടുത്ത് പോവും എന്ന് പറഞ്ഞങ്ങനെ ഞാൻ പോയി കട്ടെടുത്ത് കുടിക്കുവാണ് കേട്ടോ. വേറൊന്നുമല്ല, വീട്ടിൽ പാൽ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. എനിക്കും കട്ടനാണ് ഭയങ്കര ഇഷ്ടം. പപ്പയും അമ്മയും കട്ടൻ്റെ ആൾക്കാരാണ്. പിന്നെ എനിക്ക് എപ്പോഴേലും പാൽ ചായയോ കോഫിയോ കുടിക്കാൻ തോന്നുമ്പോഴത്തേക്ക് പപ്പ പാൽ മേടിച്ചിട്ട് വരും, അല്ലെങ്കിൽ അമ്മ പാൽ മേടിച്ചിട്ട് വരും. അങ്ങനെയുള്ളൂ, അല്ലാതെ നമ്മൾ ഭയങ്കര പാലൈറ്റത്തിൻ്റെ ഫാനൊന്നുമല്ല. പക്ഷേ എനിക്ക് ഡയറി പ്രോഡക്ട്സ്, അതായത് പാൽ കുടിക്കുന്നത് കുറച്ചപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റും. അതായത് ഞാൻ എല്ലാ ദിവസവും പാൽ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ കുറച്ച് ദിവസം ഞാൻ വീട്ടിൽ നിന്നപ്പോഴത്തേക്ക് പാൽ ഐറ്റംസ് കുറച്ചപ്പോഴത്തേക്ക് കുറച്ച് ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ കാപ്പി ബ്രേക്ക്ഫാസ്റ്റ് കുടിക്കായിരുന്നു. നമുക്ക് ദോശയും മുട്ടക്കറിയും ആയിരുന്നു. അങ്ങനെ അത് കഴിച്ചു. അതിനുശേഷം ഞാൻ വന്നൊന്ന് നെയിൽ പോളിഷൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ നെയിൽ പോളിഷൊക്കെ ഇട്ട് കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ലഞ്ച് ടൈമുമായി. ചോറ്, മുരിങ്ങയില തോരൻ, മീൻ കറി, മീൻ പൊരിച്ചത്, അച്ചാർ, മുളക് ഉപ്പിലിട്ടതൊക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയുണ്ടായിരുന്നു. എനിക്കതിൻ്റെ വലിയ ഫാനല്ലാത്തതുകൊണ്ട് അത് ഞാൻ കഴിച്ചില്ല. പിന്നെ പാഷൻ ഫ്രൂട്ട് അമ്മയും പപ്പയും കൂടി പുറത്തു പോയിട്ട് വന്നപ്പോഴത്തേക്ക് എവിടെ നിന്നും ഒപ്പിച്ചുകൊണ്ട് വന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാഷൻ ഫ്രൂട്ട്. അപ്പോൾ പിന്നെ എനിക്ക് ജ്യൂസ് അടിച്ചായാലും അല്ലാതെ ആയാലും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് ഞാനും അമ്മയും കൂടെ പുറത്തോട്ട് പോയപ്പോഴത്തേക്ക് വഴിയിൽ വെച്ചു അമ്മയുടെ അച്ഛനെ കണ്ടു. അങ്ങനെ അപ്പൂൻ്റെ കൂടെ ഇറങ്ങി സംസാരിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അത് മേടിക്കാനായിട്ട് പോയതാണ്. അമ്മ ഇപ്പോൾ സ്റ്റിച്ചിങ് വളരെ വളരെ കുറവാണ്, കാരണം നടു ഭയങ്കര സീനാണ്. നമ്മൾ നേരെ പാരിപ്പള്ളിയിലോട്ടാണ് പോയി. പാരിപ്പള്ളിയൊക്കെ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കയറി ഒരു കോഫിയും പോക്കറ്റ് ഷവർമയും കഴിച്ചിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് അമ്മയുടെ അമ്മൂമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ വിളിച്ചു, അതായത് വീട്ടിലോട്ട് കയറിയിട്ട് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളവിടെ കയറിയിട്ടാട്ടോ പോയത്. അവിടെ കയറിയപ്പോഴത്തേക്ക് അമ്മു നിറയെ ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു, നിർവൃതി അടഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി. വയറൊക്കെ നല്ല ഫില്ലായതുകൊണ്ട് ഓൺ സ്പോട്ട് കിടന്നുറങ്ങി. അതിൻ്റെ പിറ്റേ ദിവസം ഇതിപ്പം ഓണം കഴിഞ്ഞിട്ടാട്ടോ. മറ്റേ വീഡിയോ വരെ ഓണത്തിന് മുമ്പുള്ളതായിരുന്നു, ഇത് ഓണം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ ഓണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നൊരു സൺഡേ ആണ്. അപ്പോൾ കൊല്ലത്ത് ഫെസ്റ്റ് നടക്കുമായിരുന്നു. അപ്പം എല്ലാവരും കൂടി ഫെസ്റ്റിന് പോകാമെന്ന് പറഞ്ഞിട്ട് അമ്മയും അമ്മയുടെ ഫ്രണ്ട്സിൻ്റെ മക്കളും എല്ലാവരും കൂടെ ആയിട്ട് നമ്മൾ ഫെസ്റ്റ് കാണാൻ വന്നതാണ്. ഭയങ്കര സംഭവമൊന്നും അല്ലായിരുന്നു. ഇറ്റ്സ് ഗുഡ് എന്ന് പറയാം. എന്നുവെച്ചാൽ നമുക്കിങ്ങനെ വെറുതെ കണ്ടുകൊണ്ട് നിൽക്കാം എന്നല്ലാണ്ട് ഭയങ്കര സംഭവമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. എനിക്ക് കാരണം മടുത്തു. കുറേ നേരം നിന്ന് എനിക്ക് കാല് ഭയങ്കര വേദനയായി, നടക്കാനും വയ്യാണ്ടായി. അപ്പോൾ ഞാൻ ആലോചിച്ചു കേട്ടോ അമ്മയുടെ അവസ്ഥ. അമ്മയ്ക്ക് ഇങ്ങനെ നട്ടല് വയ്യാതെ ഇത്രയും നേരം എൻ്റെ കൂടെ നടക്കുകയൊക്കെ ചെയ്യുമല്ലേ. എൻ്റെ കാലിലാണെങ്കിൽ എനിക്കൊന്ന് ഓണത്തിന് കുക്ക് ചെയ്യാനൊക്കെ നിന്ന് കുറച്ചധികം നേരം നിന്നിട്ട് എൻ്റെ കാലിൽ ഓൾറെഡി കുറച്ച് നീരുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഇവിടെയൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക്
കുറച്ചുകൂടി നീര് കയറി. അങ്ങനെ കാലൊക്കെ എനിക്കിങ്ങനെ നിൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലായി പോയി അവസാനം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അതും കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള വീഡിയോ കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും പപ്പയും അമ്മയും കൂടി ലോക സിനിമ കാണാൻ പോയതാണ് കേട്ടോ ഇത്. അത് സിനിമ കുറേ നാളുകൊണ്ട് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഒരു പോയിന്റിൽ വേണ്ട കാണണ്ട മൂവി, ഇനിയിപ്പോൾ നെക്സ്റ്റ് പാർട്ട് പോയി കാണാം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് പപ്പ പറഞ്ഞില്ല നമുക്ക് ആ സിനിമ കാണാം, പോയി തിയേറ്ററിൽ പോയി കാണാമെന്ന് പറഞ്ഞിട്ട് പപ്പ ടിക്കറ്റ് എടുത്തിട്ട് വന്നതാണ്. അങ്ങനെ നമ്മൾ പോയി കണ്ട് തിരിച്ചു വന്നു. ഞാൻ ലോകയ്ക്ക് പോയ ഡ്രസ്സും ഈ ഡ്രസ്സും ഒന്നാണ്. സംഭവം ഞാൻ തലേന്ന് പോയപ്പോഴത്തേക്ക് അമ്മ ഈ ഡ്രസ്സ് എനിക്ക് അയൺ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇനി വേറൊരു ഡ്രസ്സ് അയൺ ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ പിറ്റേന്ന് ക്ലാസ്സിന് പോയപ്പോഴത്തേക്ക് സെയിം ഡ്രസ്സാണ് ഇട്ട കേട്ടോ. തിയേറ്ററിലായതുകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് എനിക്കൊന്ന് 15 മിനിറ്റേ ഉള്ളൂ തിയേറ്ററിലോട്ട്. അതുകൊണ്ട് ഞാൻ വിയർത്തിട്ടുമില്ല, അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് പോകുന്നത്. എനിക്കിന്ന് ക്ലാസ്സുണ്ട്, ഇൻറ്റേൺഷിപ്പിന് പോകണം. അങ്ങനെ ഇൻറ്റേൺഷിപ്പിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയാകുവാണ്. പപ്പയ്ക്ക് ഇന്ന് ട്രിവാൻഡ്രം വരെ പോകേണ്ട കാര്യമുണ്ടായിരുന്നില്ല, വർക്കായിട്ട് പപ്പയ്ക്ക് സന്തോഷം അവൻ്റെ സ്റ്റാഫിനും കൂടി വർക്കിന് പോകണം. അപ്പോൾ എൻ്റെ കൂടെ പറഞ്ഞു, നേരത്തെ റെഡിയായി വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടാക്കി തരാം, ഇല്ലെങ്കിൽ ഇവിടുന്ന് ബസ്സിൽ കയറി പൊക്കോണമെന്ന്. അപ്പോൾ പിന്നെ ഇനി ചുടുവിന് അവിടെ കൊണ്ടുവന്നാക്കുന്നതല്ലേ, ഇപ്പം കുഴപ്പമില്ല, അവരോട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അവരോട് പോകാൻ വേണ്ടി നേരത്തെ റെഡിയാവാണ് കേട്ടോ. നേരത്തെ റെഡിയായിട്ട് വലിയ കാര്യമൊന്നുമില്ലായിരുന്നു, പപ്പ ലേറ്റാക്കി. ഞാൻ നേരത്തെ റെഡിയായി പോയെങ്കിലും നമ്മൾ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു. കാരണം കണിയാപുരത്ത് ഭയങ്കര ബ്ലോക്കായിരുന്നു. പിന്നെ ആ ബ്ലോക്കിലൊക്കെ കിടന്ന് അങ്ങ് എത്തിയപ്പോഴത്തേക്കൊരു സമയമായി. അങ്ങനെ ഞാൻ വലിയ കട്ട് റെഡിയാവുന്നുണ്ട്. എന്തോ ആസ് യൂഷ്വൽ നമ്മളിങ്ങനെ റെഡിയാവില്ലേ. ഞാൻ മോയ്സ്ചറൈസർ ഇപ്പോൾ യൂസ് ചെയ്യാറില്ല, ഞാൻ കൂടുതലും സൺസ്ക്രീനാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ സൺസ്ക്രീൻ, പിന്നെ നമ്മുടെ ഒരു BB ക്രീം, പിന്നെ അതേ ജസ്റ്റ് മുടിയെട്ടി ഐലൈനർ ഇട്ടു, പൊട്ടിട്ടു, മുടിയെട്ടി പോകുന്നു. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പം ഉണ്ടായിരുന്നു, ഇടിയപ്പം ഉണ്ടായിരുന്നു, ഉരുളക്കിഴങ്ങ് കറി ഉണ്ടായിരുന്നു, മുട്ട ഉണ്ടായിരുന്നു, പഴം പുഴുങ്ങിയതുണ്ടായിരുന്നു, കട്ടൻ ചായ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി നമ്മൾ പോവുകയാണ്. പോയി കണിയാപുരത്തെത്തിയപ്പോഴത്തേക്ക് ആ ബ്ലോക്കിൽ വന്നിട്ട് ഒരു ആംബുലൻസും കൂടെ പെട്ടു. ആംബുലൻസ് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിടക്കമായിരുന്നു. കുറേ നേരം ആംബുലൻസ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനോ വണ്ടി മാറ്റി കൊടുക്കാനോ സ്പേസ് ഇല്ല. സ്പേസ് ഉള്ളിടത്തല്ലേ വണ്ടി മാറ്റി. എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കൊടുക്കാനൊക്കെ. ബട്ട് അവിടെ അങ്ങനെ ഒരു കോലാഹലമായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കുള്ള വീഡിയോ ആണിത്. അമ്മ ഒരിടത്ത് പോയപ്പോഴത്തേക്ക് ഞാൻ അമ്മയുടെ കൂടെ കൂട്ടിന് പോയതാണ്. പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് അമ്മ എനിക്ക് ഷാർജ മേടിച്ച് തന്നു. അങ്ങനെ അതൊക്കെ കുടിച്ച് ഞാനും അമ്മയും കൂടി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.